ഇവിടുന്ന് കേരളത്തിലോട്ട് നമുക്ക് കിലാമ്പക്കത്ത് നിന്ന് എറണാകുളം, അതുപോലെ തന്നെ ട്രിവാൻഡ്രം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചെന്നൈയിലെ ഒരു കിഡിലം ബസ് സ്റ്റാൻഡിലാണ്. കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടായിട്ടും ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതേമാതിരിയുള്ള നല്ല കിഡിലം വ്യൂ ഉള്ള നല്ല കിഡിലം ക്ലീൻ ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിലോട്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ ചെന്നൈയിലെ ഒരു പ്രമുഖ ബസ് സ്റ്റാൻഡിലോട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിൻ്റെ ലുക്കാണ്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗൈസ്. നമ്മുടെ മെറീന മാളിലെ എല്ലാ മാളിലും കാണുന്ന പോലത്തെ ആ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതൊരു മാളിൻ്റെ അടിയിലൊക്കെ പാർക്ക് ചെയ്യുന്നൊരു ഫീലുണ്ട് സത്യം പറഞ്ഞാൽ. ഇവിടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോസിലോട്ട് കേൾക്കാം. സത്യം പറഞ്ഞാൽ ഒരു മാളിലോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു വലിയ സ്ഥലത്തൊന്നൊരു ഫീലാണ് സത്യം പറഞ്ഞത്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെന്നൈയിലുള്ള കിലാമ്പക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബസ് സ്റ്റാൻഡിലാണ്. കിലാമ്പക്കം ബസ് സ്റ്റാൻഡ് ഇതെന്ന് പറയുന്നത് എയർപോർട്ടിനെ വെല്ലുന്ന ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. കാരണം അതേപോലെ പണിഞ്ഞ് വെച്ചേക്കുവാണ്. അതേ കണക്ക് തന്നെ നല്ല ക്ലീനായിട്ടും നല്ല ഭംഗിക്കും പണി വെച്ചിരിക്കുന്ന ഒരു കിഡിലം ബസ് സ്റ്റാൻഡ്. സത്യം പറഞ്ഞാൽ എയർപോർട്ടിനെ വെല്ലും. ആ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നോക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു എയർപോർട്ട് അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം ആ രീതിക്കാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെ ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഭംഗിയായിട്ട് അത്രയ്ക്ക് ക്ലീൻ ആയിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഗൈസ്. അപ്പം ഇവിടുന്ന് ലോക്കൽ സർവീസൊക്കെ ഉണ്ട്. കാരണം ലോക്കലിൽ നിന്ന് വരുന്നവർക്ക് ഇവിടുന്ന് കിലാമ്പക്കം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരെ കിലാമ്പക്കം ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് വരെ അവർ കൊണ്ടാക്കി തരുന്ന ബസ്സുകൾ, ലോക്കൽ ബസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. എൻട്രി നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗമൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ നേരെ കയറി വരുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇനി ഓരോരോ ബസ് നിർത്തിയിടുന്ന ഓരോരോ ടൂറിലോട്ട് നമ്മൾ പോകണം. ബസ് സ്റ്റാൻഡിനകത്ത് ഈ എക്സലേറ്റർ സാധനം കാണുന്നത് ആദ്യമായിട്ട്. എസ്കലേറ്റർ ആ അത് തന്നെ. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കുടിക്കണം, നേരം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടെ രാംരാജിൻ്റെ ഷോറൂം. ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നല്ല കിട്ടിലൻ ടോയ്ലറ്റാണ്. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ എനിക്ക് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള വേറെ ടോയ്ലറ്റ് കാണത്തില്ല. കാരണം അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുള്ള നമ്മൾ ഹാൻഡ് വാഷിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ വേറെ ലെവൽ നല്ല ക്ലീനാണ്. കണക്ക് തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് വേറെ ലെവൽ. സത്യം പറഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിന് 100ൽ 100 മാർക്കും കൊടുക്കാം. ഇനിയിപ്പം മാളിലൊന്നും പോകണ്ട, ഫോട്ടോയുടെ മിറർ സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല ക്ലിയർ മിററും ഉണ്ട്. ഈ ഒരു സാധനമാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും നമ്മുടെ പൊതുസ്ഥലങ്ങളിലും വേണ്ടുന്ന ഒരു സാധനം. കാരണം നമ്മുടെ നാട്ടിൽ ഈ വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിന് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ അത് പല സ്ഥലത്തും അവർ വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കറക്റ്റ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്ന അത്ര കിട്ടിലും നല്ല കിട്ടിലും ബസ് സ്റ്റാൻഡാണ്. ഒരു രക്ഷയില്ല.
നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന പോലെ ഇവിടെ എങ്ങോട്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി നിൽക്കുന്നതെന്നുള്ളത് കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതാണ് കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ATM കൗണ്ടറും എല്ലാ ബാങ്കിൻ്റെ, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, ICICI ബാങ്കിൻ്റെയൊക്കെ ATM ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഫുൾ ഫുഡ് സ്പോട്ടില്ല. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു മാളിലോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ സെയിം ഫീലാണ്. കാരണം അത്രത്തോളം ഫുഡ് സ്പോട്ടുകളും അതുപോലെ ഇതാ കൈപ്പട്ടി കാപ്പി സകലമാന സാധനങ്ങളുണ്ട്. ബസ് സ്റ്റാൻഡ്, അതായത് ബസ് കയറുന്ന സ്ഥലം. അതുപോലെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ആ പ്ലാറ്റ്ഫോം എവിടേക്കൊക്കെ പോകുന്ന ബസ്സുകളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇംഗ്ലീഷിലും തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചാൽ അത് 8-ാമത്തെയും 9-ാമത്തെയും പ്ലാറ്റ്ഫോം വില്ലുപുരം, കള്ളക്കുറിച്ചി, പിന്നെ ജയംകോണ്ടം അങ്ങനെ കുറേ ഏതൊക്കെയോ സ്ഥലം. ഇവിടെ വന്നതിന് ശേഷം ഈ പ്ലാറ്റ്ഫോമിൽ, അതായത് 9-ാമത്തെയും 8-ാമത്തെയും പ്ലാറ്റ്ഫോമിൽ അവിടുന്ന് ഏതൊക്കെ വണ്ടി എങ്ങോട്ട് പോകുന്നുണ്ടുള്ളത് കണ്ട് 1 പുതുച്ചേരി, 2 പുതുച്ചേരി, 3 കൂടല്ലൂർ, 4 കൂടല്ലൂർ, പിന്നെ 5-ാമത്തേത് കോയമ്പത്തൂർ. അങ്ങനെ കൃത്യമായിട്ട് അവർ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവർ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കറക്റ്റ് കാര്യമായിട്ട്. ഇതിനുള്ളിലെ കാഴ്ചകൾ ഏകദേശം ഇത്രയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം, കാശുള്ളവർക്ക് കുഴപ്പമില്ല, കാശില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ഷോപ്പിലും കുറച്ച് പ്രൈസ് അധികമാണ്. കാരണം ചെറിയ ഒരു കപ്പിൽ റോസ് മിൽക്ക് കുടിച്ചതിന് 40 രൂപയായി. നമ്മുടെ കേലമ്പക്കം സൈഡിലൊക്കെ ഇത്രയും വലിയ ഗ്ലാസ്സിൽ 40 രൂപയ്ക്കല്ല കിട്ടില്ല റോസ് മിൽക്ക്. ടേസ്റ്റും വലിയ ഇതൊന്നുമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ വരുന്നവർ അതൊന്നും ശ്രദ്ധിക്കും. അപ്പം ഇനിയിപ്പം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മുടെ ബസ് ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ്. അതുവരെ അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അതായത് അവിടെ നല്ല തിരക്കൊക്കെ ആയിരിക്കും. അപ്പം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ വന്ന് നല്ല കാറ്റും നല്ല ഫീലിംഗ് ആണ്. സത്യം പറയാല്ലേ, കിട്ടിയില്ല സ്ഥലം. അപ്പം നേരെ ഇവിടെ വന്നിരുന്നാൽ മതി. കപ്പിൾസൊക്കെ ഇവിടെ വരുന്നെങ്കിൽ സൂപ്പർ സ്ഥലം. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറുമ്പോഴുള്ള ആ അകത്ത് കയറുമ്പോഴുള്ള ഫീല് സത്യം പറഞ്ഞാൽ ഒരു എന്തുവാ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും കയറുന്ന അതേ ഫീൽ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഒരിട്ട് വന്ന് നോക്ക്, നിങ്ങൾക്ക് ഏകദേശം ഞാൻ വീഡിയോയ്ക്കകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ബാക്കി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാനത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു 30 മിനിറ്റിലൊരു നമുക്ക് ഇതിലൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനകത്തുള്ള കുറേ കടകളുണ്ട്. ഫുഡ് സ്ട്രീറ്റ് പോലുള്ള ചെറിയ പെട്ടിക്കടകളുണ്ട്. ആ പെട്ടിക്കടകളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ, പെട്ടിക്കടയല്ല ചെറിയ കടകൾ, അതിനൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല റേറ്റാണ്. അപ്പം വരുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം. കുറച്ച് എക്സ്പെൻസീവാണ് ഇവിടെ ആ അകത്തുള്ള ഷോപ്പുകളിൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചെന്നൈ കിലാമ്പക്കം ബസ് ടെർമിനസ് അതിൻ്റെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരെണ്ണം എവിടെ വന്നാൽ നന്നായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ ബൈ.